ചേട്ടാ മറ്റേതുണ്ടോ? മറ്റേ പടം. 5 അടി പൊക്കം, മെലിഞ്ഞ ശരീരം, നല്ല വെളുത്ത നിറം, നീണ്ട മൂക്ക്, മനോഹരമായ കണ്ണുകൾ, ദാ ഇത്രയും മുടിയുണ്ട്. അസലായിട്ട് പാടും, ഡാൻസ് ചെയ്യും, അഭിനയിക്കും. അങ്ങനെ എടുത്തി മതിയോ? മതി, അത് മതി. ഇത് ഈ കരയിൽ പുതിയതാണല്ലോ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. പേരിന്ദു, അതും കൊള്ളാം. വലിയ ശല്യമായില്ല. അപ്പം പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പിന്നീടവൾ ഞാൻ നോക്കാം. ഇനിതാ വ്യക്തമായിട്ടൊന്നും കാണുന്നില്ലടേ. ഇനിതാ ഞാൻ നോക്കാന്ന് പറഞ്ഞില്ലേ. അങ്ങനെ വെറുതെ എങ്ങനെയാ കൊച്ചിനെ കാണുന്നത്? ഇത്രയും തപ്പ് കാണുന്ന ഒരു കൊച്ചിനെ കാണുമ്പോൾ ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ? അങ്ങനെ കാണുമ്പോഴേ സംഭവം കളറാവത്തുള്ളൂ. ഒച്ച വയ്ക്കല്ലെന്ന്. അണ്ണാ ഞാൻ കണ്ടണ്ണ. കണ്ടോടാ കണ്ടോടാ കണ്ടു, ഞാൻ കണ്ടു. ആകെ ചളവായി. കണ്ടോ സാറേ? ഇത്തിരി എന്ത് കണ്ടോന്ന്? പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഒരു മിന്നായം പോലെ കണ്ടു കാണും അല്ലേ? എടാ ലൂസായി ഒരു ദിവസം എല്ലാം കൂടെ അങ്ങ് അഴിഞ്ഞ് താഴെ വീഴും. അതിനല്ലടാ നമ്മൾ ജീവിക്കണേ. ഇങ്ങനെ ഒരു മരം. ആ പോയത് മനുഷ്യബോംബാണോ? അവൾ അറിഞ്ഞാണ് ഇട്ടിട്ടുണ്ട്. അത് ഈ മെഷീൻ വെച്ച് കണ്ടുപിടിച്ചോ? ഏയ് നമ്മള് താഴെയല്ലേ കിടക്കുന്നത്, മേലോട്ട് നോക്കിയാ പോലെ. ഞാൻ കണ്ട് മുക്കാണ്. അത് ശരി, ഇതാണല്ലേ നേരത്തെ പറഞ്ഞ കണ്ണിന് കുളിർമയുള്ള കാഴ്ചകൾ. എന്തൊരു ചരക്കടാ, ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു തീവ്രവാദി. അയാൾക്കുണ്ടാകുന്ന സൗന്ദര്യാനുഭൂതി അതേ രീതിയിൽ മറ്റുള്ളവർക്കും അനുഭവിക്കാനാവും. എന്റെ ഈശോയെ ഒന്ന് അടച്ചു വെക്കണ്ടായിരുന്നോരെ. ആശ്രയിരിക്കണ പോലെ വായി തുറന്നിരിക്കണത്. അയ്യോ ഞാനേ കണ്ടുള്ളൂ. ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആണ്ടവാ, ആവശ്യത്തിൽ കൂടുതൽ ഹൈറ്റും വെയിറ്റും നീ എനിക്ക് തന്നു, നിറവും സൗന്ദര്യവും തന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു യോഗം എനിക്ക് തന്നില്ലല്ലോ. എനിക്ക് ജപം തുടങ്ങാൻ സമയമായി.